വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ഓർമ്മിക്കുക, നമ്മുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കളായ അന്നായുടെയും ജോവാക്കിമിന്റെയും ഓർമ്മദിനമായി സഭ ഇന്ന് അനുസ്മരിക്കുന്ന ദിനത്തിൽ നമുക്കും ചിന്തിക്കാം ഈ മാതാപിതാക്കളുടെ ജീവിതാനുഭവവും നമ്മുടെ ജീവിതവും. 2 പേരും ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചവരാണ്. തങ്ങളുടെ വാർദ്ധക്യത്തിലാണ് മറിയം ജനിച്ചത്. അമലോത്ഭവയായി ജനിച്ച ശിശുവിന്റെ ഓരോ കാൽവയ്പും അന്നയ്ക്ക് വളരെ ആനന്ദകരമായിരുന്നു. യഹൂദ ശിശുക്കൾ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ശിശുഗൃഹത്തിൽ താമസിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അന്ന തന്റെ ശിശുവിന് 3 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചു. അതിനാൽ തന്റെ നിർമ്മല ശിശുവിന്റെ സഹവാസത്തിൽ നിന്നും ലഭിക്കാവുന്ന ആനന്ദം അന്ന ബലി കഴിച്ചു. മകളുടെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളായ അന്നയും ജോവാക്കിമും മരണമടഞ്ഞിരിക്കണം. ഇവരുടെ മരണശേഷം മറിയം ഈ വീട്ടിലായിരുന്നു താമസിച്ചതെന്നും അവിടെ വെച്ചാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതെന്നും കരുതുന്നു. ജോവാക്കിമിന്റെ ഓർമ്മ തിരുനാൾ പ്രാചീന കാലം മുതൽക്കും അന്നയുടെ ഓർമ്മ തിരുനാൾ 4-ാം നൂറ്റാണ്ട് മുതൽക്കും പൗരസ്ത്യ സഭയിൽ ആഘോഷിച്ചിരുന്നു. പാശ്ചാത്യ സഭയിൽ 15-ാം നൂറ്റാണ്ട് മുതലാണ് ആഘോഷിച്ചു തുടങ്ങിയത്. ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ അന്ന. ജസ്റ്റീനിയൻ ചക്രവർത്തി 550-ൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ വിശുദ്ധ അന്നയുടെ നാമധേയത്തിൽ ഒരു ദേവാലയം പണികഴിപ്പിച്ചു. 705-ൽ ജസ്റ്റീനിയൻ രണ്ടാമനും ഒരു ദേവാലയം നിർമ്മിച്ചു. വിശുദ്ധ അന്നയുടെ മധ്യസ്ഥത്തിൽ ചൊവ്വാഴ്ചകളിലുള്ള നൊവേനകൾ അയർലൻഡിൽ ഇന്നും വളരെ ഭക്തി പുരസ്സരം നടക്കുന്ന ധാരാളം ദേവാലയങ്ങളുണ്ട്. വിശുദ്ധ അന്നയുടെ ശ്രേഷ്ഠത മറിയത്തിന്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, തന്റെ ഓമനപുത്രിയെ ദൈവത്തിനു കാഴ്ചവെച്ചത് ദൈവസ്നേഹത്തിന്റെ വലിയ തീക്ഷ്ണത മൂലമാണ്. ഈ വിശുദ്ധരുടെ ഓർമ്മദിനത്തിൽ നമുക്കും ഈ കുടുംബത്തിന്റെ മാതൃകയും അവരുടെ വിശ്വാസവും നമ്മിലും ഫലമണിയുന്നതിന് ഇടയാകുവാൻ വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിക്കാം. അതിനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞൊരന്നേ മേരി തൻ മാതാവേ, ദൈവസ്നേഹപ്രഭയിൽ കാത്തിടേണേ എന്നെ. നന്മ നിറഞ്ഞൊരന്നേ മേരി തൻ മാതാവേ, ദൈവസ്നേഹപ്രഭയിൽ കാത്തിടേണേ എന്നെ. കൈകൂപ്പി പാടിയിടുന്നു നിൻ സ്തുതിഗീതം, നിൻ സവിധേ ഞങ്ങളിന്നു വന്നിടുന്നു. തിന്മയേറും ജീവിതത്തിൽ അലയും ഞങ്ങളെ നിൻ കരതാലിൽ എന്നും താങ്ങിടേണേ എന്നെ. നന്മ നിറഞ്ഞൊരന്നേ മേരി തൻ മാതാവേ, ദൈവസ്നേഹപ്രഭയിൽ കാത്തിടേണേ എന്നെ. നന്മ നിറഞ്ഞൊരന്നേ മേരി തൻ മാതാവേ, ദൈവസ്നേഹപ്രഭയിൽ കാത്തിടേണേ എന്നെ. വാഴ്ത്തപ്പെട്ട അന്നേ മേരി തൻ മാതാവേ, എല്ലാ നാമം എന്നും പാടും നിൻ തിരുനാമ കീർത്തനം. വാഴ്ത്തപ്പെട്ട അന്നേ മേരി തൻ മാതാവേ,
എല്ലാ നാവും എന്നും പാടും നിൻ തിരുനാമ കീർത്തനം. മനമുരുകി പാടിയിടുന്നു നിൻ മാധ്യസ്ഥം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വരമരുളൂ. മനമുരുകി പാടിയിടുന്നു നിൻ മാധ്യസ്ഥം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വരമരുളൂ. നന്മയായി സ്നേഹമായി ജീവിതം നയിക്കുവാൻ സ്വർഗത്തിൽ നിന്നനുഗ്രഹം വാങ്ങി നൽകണമേ. വാഴ്ത്തപ്പെട്ട അന്നേ മേരി തൻ മാതാവേ, എല്ലാ നാവും എന്നും പാടും നിൻ തിരുനാമ കീർത്തനം. വാഴ്ത്തപ്പെട്ട അന്നേ മേരി തൻ മാതാവേ, എല്ലാ നാവും എന്നും പാടും നിൻ തിരുനാമ കീർത്തനം.